പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ആദ്യ വാർത്തയിലേക്ക്. പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂവെന്ന് കോടതി പറഞ്ഞു. ആഘോഷങ്ങൾക്കും മറ്റും ചെലവാക്കാൻ സർക്കാരിന്റെ പക്കൽ പണമുണ്ടെന്നും പെൻഷൻ എപ്പോൾ നൽകാനാകുമെന്ന് വ്യക്തമാക്കണമെന്നും കോടതി കൂട്ടിച്ചേർത്തു. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. വിധവാ പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായത് അതിരൂക്ഷ വിമർശനം. 78 വയസ്സുള്ള സ്ത്രീയാണ് ഹർജിക്കാരിയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂവെന്നും മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്നും കോടതിയുടെ ചോദ്യം. കേന്ദ്ര സർക്കാർ വിഹിതം കിട്ടിയില്ലെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ന്യായീകരിച്ചു. മറിയക്കുട്ടിക്ക് വേറെ വരുമാനമൊന്നുമില്ലെന്നായിരുന്നു അവരുടെ അഭിഭാഷകന്റെ പ്രതിരോധം. ഇരുഭാഗവും കേട്ട കോടതി തുടർന്ന് കർശന നിലപാടെടുത്തു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ. ആഘോഷങ്ങൾക്കും മറ്റും പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട്. 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഓർക്കണമെന്നും സർക്കാരിന് മറിയക്കുട്ടി VIP അല്ലെങ്കിലും കോടതിക്ക് അങ്ങനെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. ഹൈക്കോടതി ഇടപെടലിന് നന്ദിയുണ്ടെന്നായിരുന്നു മറിയക്കുട്ടിയുടെ പ്രതികരണം. കോടതിയോട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും ആക്കി തന്നെ കോടതിയോട് ബഹുമാനമുണ്ട്. എനിക്ക് ഈ ഗവൺമെൻറ്റിന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് വരെ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായി ഈ ഗവൺമെൻറ്. ഇപ്പം ഇഷ്ടംപോലെ പൈസയുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ വിനോദയാത്രയ്ക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അതേസമയം പണം എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഹാജരാകണമെന്നും ചൂണ്ടിക്കാട്ടി കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഗവർണർക്കെതിരെ കത്തയച്ച് സംസ്ഥാന സർക്കാർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. കോഴിക്കോട് മിഠായി തെരുവിലെ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനം ഉൾപ്പെടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിവൃത്തികേടുകൊണ്ടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്നും കത്തിൽ പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. ഏറെക്കാലമായി തുടരുന്ന ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ വിശദമായി പരാമർശിച്ചാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ഗവർണർ സുരക്ഷാ നിയന്ത്രണങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും കത്തിൽ ആരോപിക്കുന്നു എന്നാണ് വിവരം. എന്നാൽ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ച കാര്യം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ ആവർത്തിച്ചു. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട്. പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. രാഷ്ട്രപതിക്ക് കത്തയച്ചതിലൂടെ അനുരഞ്ജനത്തിനില്ല എന്ന സന്ദേശം സർക്കാർ നൽകുകയാണ്. സർക്കാരിനെ വെട്ടിലാക്കാൻ ഗവർണറുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആർമി സ്റ്റേഷൻ മേധാവി ബ്രിഗേഡിയറെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് ഗവർണർ ചർച്ച നടത്തിയിരുന്നു. ദീപക് ധർമ്മടം, 24. ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച സർക്കാർ നീക്കം കേരളത്തിന് ഇതുവരെ പരിചയമില്ലാത്ത ഒന്നാണ്. ഗവർണർ എന്ത് ചെയ്യുന്നുവെന്ന് നിയോഗിച്ചവർ അറിയട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗവർണർ മുഖ്യമന്ത്രി പോർ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവർണറെ പോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ മുഖ്യമന്ത്രിയെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വെല്ലുവിളിച്ചു. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ സുപ്രീം കോടതിയെ സമീപിച്ചതായിരുന്നു സർക്കാർ ഗവർണർ പോരിലെ സർക്കാരിന്റെ ആദ്യ ചെക്ക്. പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കുള്ള കത്ത്. തനിക്ക് നേരെ അക്രമമുണ്ടായാൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നുവെന്ന ആരോപണം ഉന്നയിക്കാൻ ഗവർണർക്ക് കഴിയും. ഇത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് സൂചന. കേരളത്തിൽ ഗവർണർ എന്ത് നിലപാടെടുക്കുന്നുവെന്ന് അദ്ദേഹത്തെ നിയോഗിച്ചവർ അറിയണമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഗവർണറെ നിയോഗിച്ച ആളുകൾ കേരളത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാടുകൾ അറിഞ്ഞിരിക്കണം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം കത്തുകൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തീരുമാനിച്ചിട്ടില്ല. അത് കത്ത് അയക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ അഭിപ്രായം പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ അടയിരിക്കുന്നുവെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. അതേസമയം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്പരം ചെളിമാരിയേറിയൽ കേരളത്തിന് അപമാനമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ പോരാട്ടം തന്നെ
പരസ്പരമുള്ള ചെളിവാരിയെറിയൽ തന്നെ കേരളത്തെ വളരെ അപമാനിതമാകുന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ അപമാനകരമാണ്. ഗവർണർ ചെയ്തതുപോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. ഒന്നുണ്ടായില്ലല്ലോ, ജനങ്ങൾ മുഴുവൻ തന്നെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചില്ലേ. അതായത് ഈ VIP സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗവർണർ അതനുസരിച്ചിട്ട് ഉയർന്നു. മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ നീക്കത്തെ ഗവർണർ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആർ അരുൺരാജ്, 24, കൊല്ലം. പൊന്മുടിക്ക് 3 വർഷം തടവ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയും ഭാര്യ പി വിശാലാക്ഷിയും ജയിലിലേക്ക്. 3 വർഷം തടവും 50 ലക്ഷം രൂപ വീതം പിഴയുമാണ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജി ജയചന്ദ്രൻ വിധിച്ചത്. വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ 30 ദിവസത്തെ സാവകാശം നൽകി. വിധിക്ക് പിന്നാലെ പൊന്മുടി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മന്ത്രി RS രാജ കണ്ണപ്പന് നൽകി. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് DMK വ്യക്തമാക്കി. 2006-10 കാലഘട്ടത്തിൽ മന്ത്രിയായിരിക്കെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ കെ പൊന്മുടിയും ഭാര്യ വിശാലാക്ഷിയെയും 2016 വെല്ലൂർ പ്രത്യേക കോടതി വെറുതെ വിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് 2017 വിജിലൻസ് നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. പൊന്മുടിക്കും ഭാര്യയ്ക്കും 3 വർഷം തടവും 50 ലക്ഷം രൂപ വീതം പിഴയുമാണ് വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. മന്ത്രിപദവിയും ആരോഗ്യ കാരണങ്ങളും കണക്കിലെടുത്ത് വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജനുവരി 21 കീഴടങ്ങാനാണ് നിർദ്ദേശം. അതിനിടെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനാണ് DMKയുടെ തീരുമാനം. താൽക്കാലിക തിരിച്ചടി മാത്രമാണെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും DMK വിശദീകരിച്ചു. മന്ത്രിയുടെ വകുപ്പുകൾ മാറ്റി നൽകാനുള്ള മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ശുപാർശ ഗവർണർ RN രവി അംഗീകരിച്ചു. 24, ചെന്നൈ. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുന്നു. നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ഒരേ സ്വരത്തിൽ തള്ളി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. കേരളത്തിന്റെ സമാധാനപൂർവ്വമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. പ്രതിപക്ഷം നടത്തിയത് യുദ്ധത്തിനുള്ള ആഹ്വാനമെന്ന് മന്ത്രിമാർ ആരോപിച്ചു. VD സതീശൻ വെറും ഡയലോഗ് സതീശനായി മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പരിഹാസം. മാന്യത തൊട്ട് തീണ്ടാത്ത പ്രസ്താവനകളാണ്. വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് പാലിക്കേണ്ട മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കലാപത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുന്നു. പ്രവർത്തകർക്കെതിരെ ഇല്ലാത്ത കേസെടുത്താൽ അവർക്കൊപ്പം താനും ജയിലിൽ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KSUകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ കുട്ടികളെ ജയിലിൽ പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയി ഞാൻ ജയിലിൽ പോയി കിടക്കും, എനിക്ക് ഒരു ഭീതിയില്ല. പ്രതിഷേധക്കാർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും രംഗത്തെത്തി. VD സതീശൻ ചപ്പടാച്ചി നേതാവാണെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. 24, തിരുവനന്തപുരം. UDFനെ വീണ്ടും വെട്ടിലാക്കി നവകേരള സദസ്സിൽ കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ സാന്നിധ്യം. ആറ്റിങ്ങലിൽ പ്രഭാതയോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാക്കൾ ബഹിഷ്കരണാഹ്വാനം തള്ളി. ഒറ്റതിരിഞ്ഞ് ആരെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് കാര്യമാക്കേണ്ട എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അസഹിഷ്ണുത എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആറ്റിങ്ങലിൽ നടന്ന പ്രഭാതയോഗത്തിലാണ് നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MS ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം R നൌഷാദും പങ്കെടുത്തത്. UDF പ്രവർത്തകർക്ക് സർക്കാരിനെ ആവശ്യങ്ങൾ അറിയിക്കാനുള്ള വേദി നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞ ഇരുവരും കോൺഗ്രസിന്റെ ബഹിഷ്കരണാഹ്വാനം തെറ്റെന്ന് കുറ്റപ്പെടുത്തി. ജനപ്രതിനിധി നിലയിൽ നമുക്ക് കിട്ടുന്ന വേദി ഇത്തരം വേദികളാണ്. നമ്മുടെ ജനങ്ങളുടെ ആവശ്യം വന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന വേദി ഇങ്ങനെ ഒരു വേദിയാണ്. അതുകൊണ്ട് ഞാൻ അത് പങ്കെടുക്കുന്നു. അതല്ലെന്നുള്ളതാണ് എൻ്റെ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അത്തരം നൂറുകണക്കിന് UDF പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ, അപേക്ഷ കൊടുക്കാൻ കഴിയാതെ, വേദി കിട്ടാതെ ഇരിക്കുകയാണ്.
ഒറ്റതിരിഞ്ഞ് ആരെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് കാര്യമാക്കേണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഒറ്റ തിരിഞ്ഞ് ആരെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ വലിയ ഗൗരവം കാണിക്കേണ്ട കാര്യമൊന്നും. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് MS ബിനുവിനെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. നവകേരള യാത്ര വരുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം. ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. ചെമ്പകമംഗലത്തും കോരാണിയിലും പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറയിൻകീഴിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. 24 തിരുവനന്തപുരം. വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം സാക്ഷി മാലിക്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാറിനെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ വൈകാരിക പ്രഖ്യാപനമുണ്ടായി. ബ്രിജ് ഭൂഷന്റെ അനുയായിയാണ് സഞ്ജയ് കുമാറെന്ന് സാക്ഷി മാലിക് ആരോപിച്ചു. പരാതി നൽകിയ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ബജ്രംഗ് പൂനിയയും പുതിയ നേതൃത്വത്തിന് കീഴിലും തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നില്ലെന്ന് വിനേഷ് ഫോഗട്ടും പ്രതികരിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും രാജ്യതലസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചത്. ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷണെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. കേന്ദ്ര കായിക മന്ത്രിയുടെ ഉറപ്പിന്മേലായിരുന്നു താരങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയത്. ഒടുവിൽ ഇന്നു നടന്ന ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ അനുയായി സഞ്ജയ് സിംഗ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെയാണ് ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ഏറെ വൈകാരികമായ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सहयोगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको वहाँ नहीं दिखूंगा. കാലിൽ ധരിച്ചിരുന്ന ബൂട്ടെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചു. കായിക മന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് താരങ്ങൾ ആവർത്തിച്ചു. बड़े दुख के साथ कहना पड़ रहा है ये आज कि हमारी बेटियों को न्याय, मुझे नहीं लगता कि 1-2 पीढ़ी के जो अब आने वाली पीढ़ी है उनको भी लड़ाई लड़नी पड़ेगी, जब भी न्याय हो सकता है. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും ഗുസ്തി താരങ്ങൾ മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. സുരൻകോട്ടെ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സേന സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൽ, വീണ്ടും ജമ്മുകശ്മീരിൽ നിന്നൊരു ഭീകരാക്രമണത്തിന്റെ വാർത്ത പുറത്തുവരുന്നു. വിശദാംശങ്ങൾ എന്താണ്? അനുജ, സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് തന്നെ സുരൻകോട്ട മേഖലയിൽ ജമ്മു കശ്മീർ പോലീസും സൈന്യവും തമ്മിൽ ഒരു സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ അവിടെ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഭീകരരുടെ 15 സംഘം സൈന്യത്തിന്റെ വാഹനത്തിന് നേരെ വെടിയുതിർത്തത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ തന്നെ സൈന്യം പങ്കുവയ്ക്കുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ മേഖലയിലേക്ക് കൂടുതൽ സേനകൾ എത്തിയിട്ടുണ്ട്. കൂടാതെ ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ തുടരുകയാണ്. ഈ പ്രദേശം ഇപ്പോൾ സുരൻകോട്ട മേഖലയിലെ ബഫ്ലിയാസ് മേഖല ഇപ്പോൾ സൈന്യം വളഞ്ഞിട്ടുണ്ട്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണിത്. എന്തായാലും ഇപ്പോഴത്തെ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ സൈന്യം പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജമ്മുകശ്മീരിലെ പൂഞ്ചിലാണ് സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. സുരൻകോട്ടെ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സേന സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ലോക്സഭയിൽ നിന്ന് 3 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഇരുസഭകളിലുമായി നടപടി നേരിടുന്ന MP-മാരുടെ എണ്ണം 146 ശുഷ്കമായ പ്രതിപക്ഷ നിലയെ സാക്ഷിയാക്കി സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബിൽ ലോക്സഭ പാസാക്കി. നിയമന രീതി സംബന്ധിച്ച സുപ്രീംകോടതി വിധി മറികടക്കുന്നതിനായാണ് നിയമനിർമ്മാണം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ബില്ല് രാജ്യസഭയ്ക്ക് പിന്നാലെ ലോക്സഭയും കടന്നു. മാർച്ചിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് വിപരീതമായാണ് ബില്ലിലെ നിർദ്ദേശം. ബില്ലനുസരിച്ച് കമ്മീഷണർമാരുടെ നിയമനം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ സമിതിയാണ് തീരുമാനിക്കുക. ഇരുസഭകളിലും പാസായ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമപ്രാബല്യം കൈവരും. സസ്പെൻഷൻ നടപടികളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നിര ഇന്നും ഇരുസഭകളിലും ശുഷ്കമായിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചെങ്കിലും സഭാ നടപടികളെ തടസ്സപ്പെടുത്താനായില്ല. തുടർന്നായിരുന്നു നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം. BK സുരേഷ്, ദീപക് വാലി, നകുൽനാഥ് എന്നീ 3 അംഗങ്ങളാണ് സസ്പെൻഷൻ നടപടിക്ക് വിധേയരായത്. ഇതോടെ ആകെ സസ്പെൻഷൻ നടപടിക്ക് വിധേയരായ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 146 ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭ നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമായുള്ള 3 ബില്ലുകൾ പരിഗണിച്ചു. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലുകളാണ് പരിഗണിച്ചത്. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് രാജ്യസഭയിലും അവതരിപ്പിച്ചത്. മറുവശത്ത് പാർലമെന്റിന്റെ സുരക്ഷ ഡൽഹി പോലീസിൽ നിന്നും CISF ഏറ്റെടുക്കും. സുരക്ഷാ വീഴ്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം.
ഇതിനു മുന്നോടിയായുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് CISF ആരംഭിച്ചു. പാർലമെന്റ് സമ്മേളനം നാളെയാണ് അവസാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ വിവരിക്കാനാകും ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ശ്രമിക്കുക. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ശബരിമല വാർത്ത. തുടർച്ചയായി 3-ാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 90,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തത്. തീർത്ഥാടകരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടതോടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് അപ്പാച്ചിമേട്ടിൽ തീർത്ഥാടകൻ മരിച്ചു. പെരിന്തൽമണ്ണ സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത്. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയോഗിച്ചതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രവർത്തക സമിതി അറിയിച്ചു. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ ക്ഷമയോടെയും സംയമനത്തോടെയും പരാജയപ്പെടുത്തണം. കോൺഗ്രസ് സ്ഥാപക ദിനമായ 28-ന് നാഗ്പൂരിൽ നടത്തുന്ന റാലി പുതിയ സന്ദേശം നൽകുമെന്നും ഖർഗെ. കേരളത്തിലെ പോലീസുകാരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മുട്ടയ്ക്കകത്ത് മുളകുപൊടി നിറച്ച് പോലീസിനെതിരെ എറിയുന്നു. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ കല്ലും ചെരുപ്പും എറിയുന്നു. എന്ത് തെറ്റിന്റെ പേരിലാണ് ഇതൊക്കെയെന്ന് മന്ത്രിയുടെ ചോദ്യം. KSUവിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ CITU പ്രവർത്തകന് മർദ്ദനമേറ്റെന്ന് ആരോപിച്ച് CITU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പാളയം മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് CITU തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുന്ദരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ചുമട്ടുതൊഴിലാളിയെ തൊട്ടുനോക്കൂ എന്ന് വെല്ലുവിളിച്ച് സുന്ദരൻ പിള്ള. സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ 400 വൈദികർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വത്തിക്കാൻ പ്രതിനിധിയുടെ റിപ്പോർട്ട്. മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയത് കേരളത്തിലെത്തിയ മാർ സിറിൽ വാസിൽ. കുർബാന തർക്കത്തിൽ വത്തിക്കാന്റെ തീരുമാനം നിർണായകം. ക്രിസ്മസ് വാരത്തിൽ വൈദികരെയും വിശ്വാസികളെയും കാണുന്ന BJPയുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കം. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ EDയോട് ചോദ്യങ്ങളുമായി കോടതി. കൂടുതൽ അറസ്റ്റ് ഇല്ലാത്തത് എന്തുകൊണ്ട്? ഇടപെടൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന PR അരവിന്ദാക്ഷന്റെ വാദം പരിഗണിച്ച്. അന്വേഷണവുമായി സഹകരിക്കാത്തതുകൊണ്ടാണ് അരവിന്ദാക്ഷനെതിരായ നടപടിയെന്ന് ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം തള്ളി പ്രതിഭാഗം. പ്രൈം ടൈം ന്യൂസ് അവസാനിച്ചു.